പരിപ്പില്ലാതെ ഇഡ്ഡലി വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? ഒരു ബോംബെ സാമ്പാറാണ് കേട്ടോ. എന്നാൽ നല്ല കുറുകിയിരിക്കുന്ന സാമ്പാറാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ സാമ്പാറിന്. പരിപ്പിന് പകരം ഞാൻ വേറൊരു സാധനമാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സവോള ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ പച്ചമുളക് ചേർക്കാൻ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തക്കാളി ഒന്നും ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ അധികം ചേർക്കണ്ട കേട്ടോ. പച്ചമുളക് ചേർത്തിരിക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടിയിലായാലും മുളകും എരിവൊക്കെ ഉള്ളതുകൊണ്ട് അധികം ചേർക്കണ്ട. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സാമ്പാർ പൊടിയിലെല്ലാം ആവശ്യത്തിനുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പം ഇതെല്ലാം കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുത്തു. നിങ്ങളുടെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും സാധാരണ കായാണ് ചേർക്കുന്നത്, മുഴുവൻ കായത്തോടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്നൊക്കെ ഒന്ന് വാടിയതായതുകൊണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ വെന്ത് കിട്ടാനായിട്ട്. അപ്പം കുറച്ച് പുളി ഞാൻ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ആ പുളി ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പം ആ പുളി വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 10 മിനിറ്റ് തന്നെ നമുക്ക് സമയം വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പുളിയുടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. തക്കാളി ഇട്ടുകൊണ്ട് പുളി അധികം ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ചേർക്കുന്നില്ല, അതിന് പകരം വേറൊരു സാധനമാണ്. ഇത് കടലമാവാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്ത് വെള്ളത്തിൽ കട്ടയൊന്നുമില്ല നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഒട്ടും കട്ട വരാൻ പാടില്ല. നന്നായിട്ടൊന്ന്, ഇല്ലെങ്കിൽ കട്ട ഒത്തിരി വരുവാണെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി. പെട്ടെന്ന് കട്ടയെല്ലാം ഉടച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം. ഇത് കട്ടയൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ടൊന്ന് കട്ടയെല്ലാം മാറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തോട്ടും. ഇത് ഒഴിക്കുമ്പോഴേ ഇച്ചിരി കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും കേട്ടോ. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നല്ല തിക്കായിട്ടുള്ള സാമ്പാർ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ല, നല്ല തിക്കാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ. പരിപ്പ് വയ്ക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന്. പിന്നെ ഇതിനകത്ത് കഷ്ണങ്ങൾ എന്തൊക്കെ നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഇടുന്ന പോലെ ഒത്തിരി പീസസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. വെജിറ്റബിളൊന്നും, തക്കാളിയും സാധാരണ നമ്മുടെ ഉള്ളി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ വേകുന്ന സമയം ഉണ്ടെങ്കിൽ ഈ ഒരു സാമ്പാർ റെഡിയായി കിട്ടും കേട്ടോ. ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.